ഇന്നത്തെ പത്രത്തിൽ ഒത്തിരി വിശേഷങ്ങൾ കാണാം. കാരണം ക്രിസ്മസ് അവധിക്ക് പത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസത്തെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഓരോ പത്രങ്ങളിലും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ലിജോ വർഗീസ് വളരെ കൃത്യമായി പറഞ്ഞു തരും. ലിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു പറഞ്ഞതുപോലെ ഇന്ന് പത്രങ്ങളിൽ കൂടുതലുള്ളത് പുതിയ മേയർമാരുടെ മുഖങ്ങളും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺമാരുടെ മുഖങ്ങളൊക്കെയാണ്. അത്തരത്തിലുള്ള വാർത്തകൾ വല്ലാതുണ്ട്. ഏതായാലും നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാതൃഭൂമി പത്രത്തിലെ ഇന്നത്തെ ആദ്യത്തെ വാർത്ത ആരവല്ലി മലനിരകളുടെ നിർവചനം പഴയതെല്ലാം മറന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതി 2010 ഈ ആരവല്ലി മലനിരകളിൽ 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകളെ മാത്രം മലനിരകളിലെ കുന്നുകളായി കണക്കാക്കണമെന്ന ഒരു നിർവചനം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് 2010 സുപ്രീം കോടതി എതിർത്തു. 2025 അതേ സുപ്രീം കോടതി തന്നെ അത് ശരിവെക്കുകയും ചെയ്തു. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത്. 31 ആരവല്ലി കുന്നുകൾ അപ്രത്യക്ഷമായി എന്നുള്ള വാർത്ത കൂടി വെച്ചുകൊണ്ടാണ് ഈ വാർത്ത ഇന്ന് മാതൃഭൂമി പത്രത്തിലെ 1-ാം പേജിലെ 1-ാം വാർത്തയായി കൊടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരവല്ലി കുന്ന് ഇല്ലാതാകുന്നതോടുകൂടി രാജസ്ഥാൻ തൊട്ട് രാജസ്ഥാനിൽ നിന്ന് ഏതാണ്ട് 280 താഴെ കിലോമീറ്ററാണ് ഡൽഹി വരെയുള്ളത്. അവിടം വരെ മരുഭൂമിയായി മാറും എന്ന തരത്തിലുള്ള വിമർശനങ്ങളടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കകളടക്കം പറയുന്നതിനിടയിലാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ 2 തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് സംബന്ധിച്ചൊരു വാർത്ത ഇന്ന് മാതൃഭൂമി 1-ാമത്തെ പേജിൽ തന്നെ വാർത്ത കൊടുത്തിരിക്കുന്നത്. 2-ാമത്തെ വാർത്ത SIR-മായി ബന്ധപ്പെട്ടാണ്. അത് മനോരമ പത്രത്തിലെ വാർത്തയാണ്. മനോരമ പത്രം പറയുന്നത് SIR കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ അവർ കള്ളവോട്ടർമാരോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ദുരൂഹ വോട്ടർമാർ 6.5 ലക്ഷം ആണ് എന്നുള്ളതാണ്. വിശദീകരണമില്ലാതെ കമ്മീഷൻ. ഭരണത്തെ മാറ്റിമറിക്കാൻ വരെ കഴിയുന്ന എണ്ണം വോട്ടർമാരാണ് ഇതെന്നുള്ളതാണ് പറയുന്നത്. പട്ടികയിൽ ആകെ 24.8 ലക്ഷം പേർ, 24,08,000 പേരാണുള്ളത്. ആകെ ഉണ്ടായിരുന്ന വോട്ടർമാർ 2.78 കോടി എന്നുള്ള കണക്ക് കൂടി വെച്ചുകൊണ്ട് SIR-ന് വലിയ തരത്തിലുള്ള ദുരൂഹതയുണ്ട് എന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത ഇന്ന് മനോരമ പത്രത്തിൽ അത്തരത്തിൽ SIR-മായി ബന്ധപ്പെട്ടൊരു വാർത്തയുള്ളത്. SIR-മായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിലും ഒരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: SIR ഹിയറിംഗ് ഒറ്റത്തവണ, ഹാജരായില്ലെങ്കിൽ പുറത്താകും എന്നുള്ളതാണ് ആ വാർത്ത. അത് തിരുവനന്തപുരത്ത് നിന്നാണ് സുധീർ കെ ചന്ദനത്തോപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ കരട് പട്ടികയിൽ ഇടം നേടിയവർ ഹിയറിംഗ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഹാജരാകണം, അല്ലെങ്കിൽ അന്തിമ പട്ടികയിൽ പേരുണ്ടാകില്ല എന്നുള്ളതാണ് സുപ്രഭാതം ഈ വാർത്തയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. മാധ്യമം പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. അത് വീണ്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിങ്ങനെയാണ്: സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്ക് പിന്നാലെയാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ്. ഡി മണിയെന്ന് സംശയിക്കുന്ന ആളെ ചോദ്യം ചെയ്തു. താൻ MS മണിയാണെന്ന് ഡിണ്ടിഗൽ സ്വദേശിയുടെ വാദം എന്നുള്ളതാണ്. അതായത് ഏറ്റവും ഒടുവിലായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ഒരു മണിയിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ആ ഡി മണി ആരാണ്? ആ മണി ഈ ശബരിമലയിലെ സ്വർണം വിറ്റ് മണി ഉണ്ടാക്കിയോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചുള്ള പരിശോധനയും അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ഡി മണിക്ക് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എന്നുള്ളതാണ് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയുള്ളത് കേരള കൗമുദിയിലാണ്. അതിങ്ങനെയാണ്. അത് തൊട്ടടുത്ത രാജ്യത്തെ വാർത്തയാണ്. ബംഗ്ലാദേശിൽ സ്ഥിതി രൂക്ഷം, ഒരു ഹിന്ദു യുവാവിനെ കൂടി മർദ്ദിച്ചു കൊന്നു എന്നുള്ളതാണ്. പുറം ലോകം ഒന്നും അറിയുന്നില്ലെന്ന് സംഘടനകൾ. ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടരുന്ന അതിക്രമങ്ങളിൽ പലതും പുറം ലോകം അറിയുന്നില്ലെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു എന്നുള്ളതാണ്. ചാട്ടോഗ്രാമിൽ ഈ മാസം 20-ന് ഹിന്ദു കുടുംബത്തിൻ്റെ വീടിന് അക്രമികൾ തീയിട്ടു. 9 അംഗ കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് എന്നുള്ള വാർത്ത കൂടി കേരള കൗമുദിയിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്നലത്തെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ, അത് പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനോരമ പത്രത്തിലൊരു വാർത്തയുണ്ട്. അത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ടാണ്. അത് വളരെ സജീവമായി ചർച്ചയാവുന്ന ഒരു വാർത്ത ആയതുകൊണ്ടുകൂടിയാണ്. കോഴ ആരോപണം, ലാലി ജെയിംസിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ്. മേയർ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അഴിമതി ആരോപണവും പരസ്യ പ്രതികരണവും നടത്തിയ കോർപ്പറേഷൻ കൗൺസിലറും മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ലാലി ജെയിംസിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ലാലി ജെയിംസ് അതിന് ശേഷമുള്ള പ്രതികരണം കൂടി ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ സജീവമായൊരു വാർത്തയായി അതിപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനോരമ പത്രത്തിൽ തന്നെ ഒരു വാർത്ത കൂടിയുണ്ട്. അത് പേജ് 7-ലാണ്. അത് ഇങ്ങനെയാണ്: RSS ഇടപെട്ടു, രാജേഷ് മേയറായി എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശിച്ചത് ശ്രീലേഖയെ എന്നുള്ളതാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി രാജേഷ് വന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൽ DGP ആയിരുന്ന ശ്രീലേഖയെ ആയിരുന്നു മേയറാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന അധ്യക്ഷൻ. പക്ഷേ RSS ഇടപെട്ട് രാജേഷിനെ മേയറാക്കി എന്നുള്ള വാർത്തയാണ് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാർത്ത. ഈ മാതൃഭൂമിയുടെ 1-ാം പേജിൽ തന്നെ ഒരു വാർത്തയുണ്ട്. വിശ്വൻ ഇനി കൽപ്പറ്റയുടെ നാഥൻ എന്നുള്ളതാണ്. പണിയ സമുദായത്തിൽ നിന്നുള്ള ആദ്യ നഗരസഭാ ചെയർപേഴ്സണായി P. വിശ്വനാഥൻ എന്നുള്ള വാർത്തയാണ്. അത് അത്തരത്തിലൊരു വാർത്ത നീനു മോഹൻ കൽപ്പറ്റയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ്. ഇത് ഇന്നലെ മുതൽ വളരെ സജീവമായി വന്ന വാർത്ത കൂടിയാണ്. അത്തരത്തിലൊരു വാർത്ത ഇന്ന് 1-ാം പേജിൽ തന്നെ മാതൃഭൂമി പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാതൃഭൂമിയിൽ തന്നെ പേജ് 7-ൽ 2 വനിതകളുടെ വാർത്ത ഉണ്ട്. അതിലൊന്ന് സ്മിജിയെ വൈസ് പ്രസിഡന്റാക്കി ലീഗ് എന്നുള്ളതാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് അഡ്വക്കേറ്റ് AP സ്മിജി ആയിരിക്കും എന്നുള്ളൊരു വാർത്ത ഇന്ന് ഉണ്ട്. അതിനൊരു കൗതുകം ആ വാർത്തയിലുണ്ട്. ചരിത്രമെഴുതി ദിയ പാലാ UDFന് സ്വന്തം എന്നുള്ളതാണ്. അതിലൊരു ഫോട്ടോ കൂടിയുണ്ട്. ഇടം വലം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദിയ പുളിക്കക്കണ്ടത്തിനൊപ്പം അച്ഛനും അച്ഛൻ്റെ സഹോദരൻ നിൽക്കുന്നൊരു ചിത്രം കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ രസകരമായ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് മാധ്യമമാണ്. മാധ്യമത്തിലുള്ള ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: ദിയ ബേബി എന്നുള്ളതാണ്. ദിയ ബേബി ഇനി പാലായുടെ നായിക എന്നുള്ള തരത്തിലൊരു ഹെഡ്ലൈനാണ് ഇന്ന് മാധ്യമം പത്രം കൊടുത്തിരിക്കുന്നത്. കേരള കൗമുദിയിൽ 2 വാർത്തയുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഇപ്പോൾ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പും അതിൻ്റെ സത്യപ്രതിജ്ഞയൊക്കെ ശേഷം ഇനി നടക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഒന്നിങ്ങനെയാണ്: 2 ടേം നിബന്ധന മാറ്റാൻ CPM ആലോചന. തുടർച്ചയായി 2 തവണ മത്സരിച്ച MLA-മാർ പലരും മത്സരിച്ചേക്കും. അതായത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചടിയെ കണക്കിലെടുത്തുകൊണ്ട് CPM വേറെ ഒരു ആലോചനയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ഉള്ളത്. അതോടൊപ്പം തന്നെ ആ പേജിൽ തന്നെ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് അസ്വസ്ഥത പടർന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവന്നപ്പോൾ കോൺഗ്രസിനുള്ളിൽ പടലപ്പിണക്കം. ഭരണം തിരിച്ചുപിടിച്ച കൊച്ചി, തൃശൂർ കോർപ്പറേഷനുകളിലെ മേയറെ നിശ്ചയിച്ചുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു വാർത്തയും കൂടി ഇന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമം പത്രത്തിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് ബുൾഡോസർ രാജ്യവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് UP-യിലല്ല, കർണാടകത്തിലാണ് എന്ന് മാത്രം. അവിടെ BJP അല്ല ഭരിക്കുന്നത്, പകരം അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായ കാര്യമാണ് പറയുന്നത്. സുപ്രീം കോടതി വിധി ലംഘിച്ചെന്ന് 300-ലേറെ ചേരി വീടുകൾ മുന്നറിയിപ്പില്ലാതെ പൊളിച്ചു മാറ്റിയതിലൂടെ 3000-ഓളം ആളുകളാണ് ഭവനരഹിതരായതെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ബംഗളൂരുവിലെ ബുൾഡോസർ രാജ്യവുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിയിലൊരു വാർത്തയുണ്ട്. അത് UP-യിൽ നിന്നാണ്. UP-യിൽ ഇങ്ങനെയാണ്: UP BJP-യിൽ ജാതിപ്പോര് എന്നുള്ളതാണ്. ദേശാഭിമാനിയിലെ 7-ാം പേജിൽ അത്തരത്തിലൊരു വാർത്ത നമുക്ക് കാണാൻ കഴിയും. ഭിന്നത BJP-യിലെ ക്ഷത്രിയ ബ്രാഹ്മണ വിഭാഗക്കാർ തമ്മിൽ എന്നുള്ളതാണ്. MLA-മാർ ജാതി തിരിഞ്ഞ് യോഗം ചേർന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് BJP-യിലെ ജാതിപ്പോരുമായി ബന്ധപ്പെട്ട വാർത്ത അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരവല്ലിയെ തുരക്കുമ്പോൾ എന്നുള്ളതാണ് ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൽ പറയുന്നത്. കുറെ കൂടി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന നിലക്കാണ് അതിനെ മാതൃഭൂമി കൈകാര്യം ചെയ്യുന്നത്. പുതിയ നിർവചനം ആരവല്ലിയെ ശോഷിപ്പിക്കുമെന്ന് ഉറപ്പാണ്. അത് വലിയ കാലാവസ്ഥാ ദുരന്തങ്ങൾക്കും ഗുരുതരമായ വരൾച്ചയ്ക്കും വഴിയൊരുക്കും. വടക്കു പടിഞ്ഞാറൻ ഭൂപ്രകൃതിയെ മരുവൽക്കരണത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് ആരവല്ലി കുന്നുകളാണ്. അത് പൊളിക്കാനും അത് തകർക്കാനുമുള്ള സുപ്രീം കോടതിയുടെ തന്നെ അനുവാദം ലഭിക്കുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളതാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. സുപ്രഭാതത്തിൽ ഒരു എഡിറ്റോറിയൽ കൂടിയുണ്ട്. അത് ഉന്നാവോ നീതിയുടെ മുഖത്തെ മുറിവ് എന്നുള്ളതാണ് അതിന് സുപ്രഭാതം ഇന്ന് കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ. ഉന്നാവോ കേസുമായി ബന്ധപ്പെട്ട് ഇര ഇപ്പോഴും സമരത്തിലാണ് എന്നുള്ള വലിയ തരത്തിലുള്ള നിരാശാജനകമായൊരു കാര്യം കൂടിയുണ്ട്. ഉന്നാവോ കേസിലെ മുഖ്യപ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഞങ്ങളെ എങ്ങനെയെങ്കിലും ജയിലിലാക്കൂ എന്നുള്ളതാണ് ഉന്നാവോ ആ വിഷയത്തിലെ ഇരയായ പെൺകുട്ടി പറയുന്നത്. അതായത് പുറത്ത് ജീവിക്കാൻ കഴിയില്ല, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാൽ ഞങ്ങളെ ജയിലിലിടൂ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക്, നീതി ലഭിക്കാത്ത അവസ്ഥയിലേക്ക്
ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് സുപ്രഭാതം എഡിറ്റോറിയലിലൂടെ പറഞ്ഞു വെക്കുന്നത്. കാനഡയിൽ ചികിത്സ കിട്ടാതെ മലയാളി മരിച്ചു എന്നുള്ളൊരു വാർത്ത മനോരമ പത്രത്തിൽ ഇന്നുണ്ട്. അതായത് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചെന്നു. ഏതാണ്ട് 10 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ 8 മണിക്കൂർ കാത്തിരുന്നിട്ടും ഡോക്ടറെ കാണാനാകാതെ പ്രശാന്ത് ശ്രീകുമാർ എന്ന മലയാളി മരിച്ചു എന്നുള്ളതാണ്. ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടി, ചികിത്സയ്ക്കായി 8 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് മനോരമ ആ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അവസാനമായി ഒരു കാര്യം, ഒരു സ്പോർട്സ് വാർത്ത കൂടി പറഞ്ഞവൾ അവസാനിപ്പിക്കുകയാണ്. സന്തോഷകരമായ വാർത്തയാണ്. കാര്യം നിസാരം എന്നുള്ളതാണ് മനോരമ ഇന്ന് ആ വാർത്തയ്ക്ക് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വനിതകളുടെ ക്രിക്കറ്റ് മത്സരത്തിൽ 2020 ഇന്ത്യക്ക് 8 വിക്കറ്റ് വിജയം എന്നുള്ളതാണ്. ഷഫാലി വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി, രേണുക സിംഗിന് 4 വിക്കറ്റ്, പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന ചിത്രം, വലിയൊരു ചിത്രമൊക്കെ കൊടുത്തുകൊണ്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വാർത്തയുണ്ട്. ഷേതു ആദ്യം പറഞ്ഞതുപോലെ 2 ദിവസത്തെ വാർത്ത നിറച്ച് പത്രങ്ങൾ അങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ എടുക്കാവുന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ് നിങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ പങ്കുവെച്ചത്.